ഈ വീഡിയോയിൽ ആമുഖമായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോൺഗ്രസിൻ്റെ യുവ വനിതാ നേതാവായിട്ടുള്ള പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാദ യൂട്യൂബറായ രാജൻ ജോസഫിനെതിരെ കേരള പോലീസ് ഒരു കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എറണാകുളത്തെത്തിയിരുന്ന പോലീസ് സംഘം ഒളിവിൽ കഴിഞ്ഞിരുന്ന രാജൻ ജോസഫിനെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് അടൂരിലേക്ക് എത്തിച്ചപ്പോൾ അടൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ചാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സൈബർ പ്രൊഫൈലുകൾ വ്യാപകമായി സമൂഹമാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നുണ്ട്. അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച രാജൻ ജോസഫിനെ അവിടെ വരവേൽക്കാൻ കാത്തിരുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒരു പറ്റം പ്രവർത്തകരായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികളായിരുന്നു. ജീപ്പിൽ നിന്നിറക്കിയ രാജൻ ജോസഫിനെ അവർ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതോടെ ഏറെ ശ്രമപ്പെട്ട് ഈ ആക്രമണത്തിൽ നിന്ന് അയാളെ സംരക്ഷിച്ചുകൊണ്ട് വലിച്ചിഴച്ച് സ്റ്റേഷനിനുള്ളിലേക്ക് പോലീസുകാർ കൊണ്ടുപോകുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ രാജൻ ജോസഫിന് നേരെ ആക്രമണ ശ്രമം നടത്തിയത്? എന്തിനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ രാജൻ ജോസഫിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്? എന്തുകൊണ്ടാണ് രാജൻ ജോസഫ് എന്ന ഓൺലൈൻ വാർത്താമാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ വിവാദ യൂട്യൂബർ ഇത്തരത്തിൽ ചവിട്ടുകൊണ്ട സംഭവം കോൺഗ്രസിൻ്റെ സൈബർ പ്രൊഫൈലുകൾ ആഘോഷിക്കുന്നത് എന്നീ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകർക്കായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, പിണറായി വിജയൻ മൂന്നാം വട്ടവും അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി സമൂഹമാധ്യമങ്ങളിലൂടെ ഏറെ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വ്യക്തിത്വമാണ് രാജൻ ജോസഫ് എന്ന വിവാദ യൂട്യൂബർ. പ്രധാനമായും തൻ്റെ സമൂഹമാധ്യമ പേജുകളിലൂടെയും അതുപോലെ താൻ പരിപാടി അവതരിപ്പിക്കുന്ന വൈറ്റ് സ്വാൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെയുമായിരുന്നു ഇടതുപക്ഷത്തിന് അനുകൂലമായി, പ്രത്യേകിച്ച് പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തും അതിനുശേഷം ഫലം വരുന്നതിന് മുമ്പും രാജൻ ജോസഫ് നടത്തിയിരുന്നത്. രാജൻ ജോസഫ് വെറുതെ അങ്ങ് പിണറായി വിജയനെ പിന്തുണയ്ക്കുകയല്ല. അയാൾ കൃത്യമായി CPM പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. CPM ഭരണത്തിൽ എല്ലാവിധ സംരക്ഷണവും ആസ്വദിച്ചു പോന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. നിരവധി യൂട്യൂബർമാരും മാധ്യമപ്രവർത്തകരും ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുന്നതിന് വേണ്ടി നിരന്തര പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം വിഭിന്നമായി രാജൻ ജോസഫിനോട് കോൺഗ്രസിൻ്റെ സൈബർ പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം നിലനിന്നിരുന്നു. കോൺഗ്രസിൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്കിടയിലും അയാളോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഇതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. മറ്റുള്ളവർ രാഷ്ട്രീയപരമായി കാര്യങ്ങൾ കണ്ട് വിമർശനങ്ങളുമായും ഇടതനുകൂല വിലയിരുത്തലുകളുമായും മുൻപോട്ട് പോന്നിരുന്നപ്പോൾ രാജൻ ജോസഫ് ഏറെ വൃത്തികെട്ട ഒരു മാധ്യമപ്രവർത്തന ശൈലിയാണ് സ്വീകരിച്ചിരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിൻ്റെ യുവ നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഇല്ലാ കഥകൾ മെനഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് രാജൻ ജോസഫ് തൻ്റെ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെയുമെല്ലാം രാജൻ ജോസഫ് ഇത്തരം നിരന്തരം അപകീർത്തികരമായിട്ടുള്ള വ്യാജ വാർത്തകൾ പങ്കുവെക്കുകയും അത് ആധികാരികമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. രാജൻ ജോസഫിൻ്റെ ഈ പ്രവർത്തന ശൈലി CPMൻ്റെ സൈബർ പ്രൊഫൈലുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ വീഡിയോകൾക്ക് വ്യാപകമായ പ്രചാരം നൽകുവാൻ അവർ ആ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജൻ ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം അപകീർത്തി പ്രചരണത്തിനെതിരെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് നിരവധി വട്ടം പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഭരണ നേതൃത്വത്തിൻ്റെ കൃത്യമായ സംരക്ഷണത്തിൻ്റെ തണലിൽ നിന്നിരുന്നതിനാൽ രാജൻ ജോസഫിനെതിരെ ആ ഘട്ടത്തിൽ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലൊന്നും കേരള പോലീസ് ചെറുവിരൽ പോലും അനക്കിയിരുന്നതുമില്ല. നിരന്തരമായ സമ്മർദ്ദം ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന ജനപ്രതിനിധി ചെലുത്തിയതിനെ തുടർന്ന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് രാജൻ ജോസഫിനെതിരെ ചെറിയൊരു കേസെടുക്കുകയും വളരെ ലളിതമായ വകുപ്പുകൾ മാത്രം ചുമത്തി അയാൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭ്യമാക്കുകയും ചെയ്തതാണ് കേരള പോലീസ് പിണറായിയുടെ കാലത്ത് രാജൻ ജോസഫിനെതിരെ കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും കടുത്ത നടപടി. എന്നാൽ ഭരണം മാറിയതോടെ തങ്ങൾ മേടിച്ചു കൂട്ടിയതെല്ലാം ഇരട്ടിയായി തിരിച്ചു കൊടുക്കും എന്ന നിർബന്ധ ബുദ്ധിയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും മുന്നോട്ട് നീങ്ങുന്നത്. അത്തരത്തിൽ രാജൻ ജോസഫിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ തിരികെ കിട്ടുന്നതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഈ വീഡിയോ ദൃശ്യങ്ങളെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. ഇനി എന്താണ് ശ്രീനാദേവി കുഞ്ഞമ്മ രാജൻ ജോസഫിനെതിരെ പരാതി കൊടുക്കുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ അതിന് ഒന്നല്ല അനവധി കാരണങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള AP ജയൻ്റെ കുഴലൂത്തുകാരനായിട്ടാണ്
ആദ്യമായി രാജൻ ജോസഫ് ശ്രീനാദേവിക്കെതിരെ തിരിയുന്നത്. അന്നവർക്കെതിരെ അയാൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ, അവരുടെ സ്വഭാവശുദ്ധിയെ സംശയിക്കത്തക്ക നിലയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. പ്രധാനമായും ശ്രീനാദേവി കുഞ്ഞമ്മ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന ആരോപണം ഇയാൾ ഉന്നയിച്ചിരുന്നു. ഇതിൽ വസ്തുതാപരമായി ശരിയില്ല. അതുപോലെ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടുകാരിയാണ്, അവിഹിതക്കാരിയാണ് എന്നെല്ലാം ഇയാൾ തൻ്റെ യൂട്യൂബ് ചാനലിലിരുന്ന് ആധികാരികമായ പരാമർശങ്ങൾ നടത്താറുണ്ടായിരുന്നു. ഇതിനെല്ലാം അപ്പുറം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഇല്ലാ കഥകൾ, നിറം പിടിപ്പിച്ച മഞ്ഞ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടും ഇയാൾ ശ്രീനാദേവിക്കെതിരായ വേട്ടയാടൽ തുടർന്നിരുന്നു. ശ്രീനാദേവിയുടെ മാത്രമല്ല, ശ്രീനാദേവിയുടെ മാതാപിതാക്കളെയും സഹോദരനെയും അയാളുടെ കുടുംബത്തെ പോലും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള നിരവധി വീഡിയോകളാണ് രാജൻ ജോസഫ് ഈ കാലഘട്ടത്തിനുള്ളിൽ പങ്കുവച്ചിട്ടുള്ളത്. ശ്രീനാദേവിയും ശ്രീനാദേവിയുടെ മാതാപിതാക്കളുമടക്കം രാജൻ ജോസഫിനെതിരെ പരാതി നൽകിയിട്ടും അന്നെല്ലാം CPM നേതൃത്വം, പിണറായിയുടെ പോലീസ് ഇയാളെ സംരക്ഷിച്ചു പിടിച്ചിരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി, CPI എന്ന പ്രസ്ഥാനം ഉപേക്ഷിച്ച് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോഴും ഇവരെ പരാജയപ്പെടുത്തുന്നതിനായി രാജൻ ജോസഫ് അപകീർത്തി പ്രചരണങ്ങളുമായി രംഗത്ത് സജീവമായിരുന്നു. ഏതൊക്കെയാണെങ്കിലും ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ശ്രീനാദേവി UDF സർക്കാർ അധികാരമേറ്റെടുത്തതിന് പിന്നാലെ ജൂൺ മാസം അവസാനത്തിൽ തന്നെ പുതിയൊരു പരാതി ഈ വസ്തുതകളെല്ലാം കാണിച്ചുകൊണ്ട് തെളിവുകൾ സഹിതം നൽകി കേരള പോലീസിന് മുമ്പിലേക്ക് എത്തിക്കുകയായിരുന്നു. കൃത്യമായ വകുപ്പുകൾ ചുമത്തി രാജൻ ജോസഫിനെതിരെ കേസെടുത്തതോടുകൂടി ഇയാൾ ഒളിവിൽ പോകുകയും അടൂർ പോലീസ് സംഘം എറണാകുളത്തെത്തി ഇയാളെ കയ്യോടെ പൊക്കുകയും ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചപ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSUക്കാരും ചേർന്ന് ഇയാളെ തല്ലിച്ചതയ്ക്കുവാൻ ശ്രമിച്ചത്. അതിന് ശ്രീനാദേവിയുടെ വിഷയം മാത്രമല്ല അവരെ പ്രേരിപ്പിച്ചത് എന്നതും വസ്തുതയാണ്. രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദങ്ങൾ ഉയർന്ന കാലഘട്ടത്തിൽ റിനിയെ സ്ത്രീകളുടെ രക്ഷകയെ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയ രാജൻ ജോസഫ് രാഹുലിൻ്റെ രാഷ്ട്രീയത്തിലെ വഴികാട്ടിയായിരുന്ന ഷാഫിക്കെതിരെ, അതുപോലെ VD സതീശിനെതിരെയെല്ലാം നിരന്തരമായിട്ടുള്ള അപവാദ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വേർഷൻ, ഒരു മാധ്യമ നിഷ്പക്ഷതയുടെ പേരിൽ ഒരിക്കൽ പോലും ഇയാൾ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇരകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നോട് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെതിരെ ക്രൂരമായ കഥകൾ, രാഹുൽ ഒരു സെക്ഷുവൽ പെർവേർട്ടാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള കഥകൾ ഇയാൾ മെനഞ്ഞുണ്ടാക്കുകയും അത് വീഡിയോ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായ രാഹുൽ മാങ്കൂട്ടത്തെയും അയാളുടെ കുടുംബാംഗങ്ങളെയും പോലും അകാരണമായി വേട്ടയാടിയ രാജൻ ജോസഫിൻ്റെ ഈ പ്രവൃത്തിയോടും പ്രവർത്തകർക്കിടയിൽ ശക്തമായ ഒരു വികാരം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ രാജനെ കയ്യിൽ കിട്ടിയാൽ അവർ കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമേതും ഉണ്ടായിരുന്നില്ല. വിധി വൈപരീത്യം അല്ലെങ്കിൽ കാവ്യനീതി എന്ന് പറയുന്നത് പോലെ രാജൻ ജോസഫിനെതിരെ പരാതിയുണ്ടായത് അടൂർ പോലീസ് സ്റ്റേഷനിലാണ്. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മ അടൂരുകാരിയാണ്. രാഹുൽ മാങ്കൂട്ടവും ഇതേ നാട്ടുകാരനാണ്. അടൂർ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ. അതിനാൽ തന്നെ സ്വന്തം നാട്ടിൽ രാജനെ കിട്ടുമ്പോൾ രാഹുലിൻ്റെ അനുയായികൾ അയാളെ വെറുതെ വിടുമെന്ന് കരുതിയ അടൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നത് എന്നതിലും തർക്കം വേണ്ട. ഏതൊക്കെയാണെങ്കിലും ചില ആളുകൾ പറയുന്നത് രാജന് സ്റ്റേഷന് മുമ്പിൽ വെച്ച് നല്ല തല്ല് കിട്ടി എന്ന് തന്നെയാണ്. രാജൻ ഇത് അംഗീകരിച്ചിട്ടില്ല. ജാമ്യം നേടി പുറത്തു വന്നതിന് ശേഷവും അദ്ദേഹം പറയുന്നത് തനിക്ക് തല്ലൊന്നും കിട്ടിയിട്ടില്ല, തന്നെ തല്ലാൻ ഫെനി നയനാനും രാഹുലും അടക്കമുള്ളവർ ശ്രമിച്ചു എന്ന് മാത്രമാണ്. ഏതൊക്കെയാണെങ്കിലും രാജൻ ജോസഫിൽ മാത്രം ഈ ഒരു വിഷയം ഒതുങ്ങുകയില്ല എന്ന കാര്യത്തിലും തർക്കം വേണ്ട. കാരണം ഈ കേസിൽ രണ്ടാം പ്രതിയായി പോലീസ് ചേർത്തിട്ടുള്ളത് വൈറ്റ് സ്വാൻ TVയുടെ ഉടമയായിട്ടുള്ള രാജൻ ജോസഫിനൊപ്പം വീഡിയോകളിൽ ചർച്ചകളിൽ പങ്കെടുക്കാറുള്ള ഷിബി തോമസിനെയാണ്. ഷിബി തോമസിൻ്റെ അറസ്റ്റും ഏറെ വൈകാതെ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ ഷിബി തോമസിനെയും ഇതുപോലെ തന്നെ അടൂരിലേക്ക് എത്തുകയും അവിടെയിട്ട് പോലീസുകാർക്ക് മുമ്പിൽ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ പോലീസ് കൃത്യമായ മുൻകരുതൽ സ്വീകരിച്ച് മാത്രമായിരിക്കും ഇനി ഷിബി തോമസിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും രാജൻ ജോസഫിനുള്ളത് ശ്രീനാദേവി കൊടുത്തു കഴിഞ്ഞു, രാജൻ ജോസഫിനുള്ളത് രാഹുൽ മാങ്കൂട്ടം കൊടുത്തു കഴിഞ്ഞു. എന്നാൽ രാഹുലുമായും ശ്രീനാദേവിയുമായും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ് എന്ന വിവരം മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടം തിരിച്ചടിക്കിറങ്ങിക്കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ശ്രീനാദേവിയും തിരിച്ചടിക്കിറങ്ങിക്കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും തിരിച്ചടിക്കിറങ്ങിക്കഴിഞ്ഞു. അകാരണമായി അപവാദ പ്രചാരണങ്ങൾ നടത്തി കോൺഗ്രസിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും അപമാനിച്ചിരുന്നവർ സൂക്ഷിച്ചിരിക്കേണ്ട കാര്യമാണ്. നിയമം കയ്യിലെടുക്കാതെ തന്നെ നിയമപരമായി ഇവരെ കോൺഗ്രസ്സുകാർ വേട്ടയാടാൻ ഇറങ്ങിയാൽ പിന്നെ ഇത്തരക്കാർക്ക് പിടിച്ചു നിൽക്കുവാൻ കാര്യമില്ല. കാരണം അത്രമാത്രം വലിയ തെമ്മാടിത്തരങ്ങൾ ഇടതു ഭരണത്തിൻ്റെ ആനുകൂല്യത്തിൽ, അധികാരത്തിൻ്റെ ഗർവിൽ ഇവർ പിണറായി വിജയന് വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുണ്ട്.
ഏതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കർമ്മഫലമാണ് രാജൻ ജോസഫ് അനുഭവിക്കുന്നത്. അനുഭവിച്ച് തീർക്കുകയേ മാർഗമുള്ളൂ. ഇത് ഓരോ മാധ്യമ പ്രവർത്തകർക്കും ഓരോ യൂട്യൂബർമാർക്കും കൂടിയുള്ള മുന്നറിയിപ്പാണ്. കാലം മാറി വരും. അത് കണ്ടുകൊണ്ട് മാത്രം പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക. മാധ്യമ പ്രവർത്തനം എന്ത് വൃത്തികേടും വിളിച്ചു പറയുവാനുള്ള ലൈസൻസ് അല്ല എന്നോർക്കുക. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.